പിഴിഞ്ഞെടുക്കുന്ന തേൻ വിപണന യോഗ്യമല്ല. അരിച്ചെടുത്ത് കുപ്പിയിലാക്കി അടച്ച് നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാം. ചോദിക്കുന്ന വില, നമ്മൾ ചോദിക്കുന്ന വില. പറക്കാൻ വയ്യാത്ത കുഞ്ഞീച്ചകൾ അതിനകത്തുള്ളത് തന്നെ മുന്തിരിക്കൊല പോലെ ഇരിക്കുന്ന കുമ്പളകൾക്കിടയിൽ 100 കണക്കിനുണ്ടാവും. നിങ്ങൾ 100 മില്ലി തേൻ എടുക്കുമ്പോൾ അതിനകത്ത് 200 ഈച്ചെങ്കിലും അതിനകത്തുണ്ടാവും. എത്ര പൊട്ടിയാലും നിങ്ങൾ അതെടുത്ത് ഞെക്കിയാൽ ആ ഈച്ച പൊട്ടും. അങ്ങനെ പൊട്ടിയാൽ അതിൻ്റെ ഇൻഡസ്ട്രിയൽ കണ്ടന്റ് അടക്കമുള്ള എല്ലാ സാധനവും തേനിനകത്ത് കലരും. തേൻ എടുക്കാൻ കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായ സമയം മാർച്ച് അവസാനമാണ്, ഏപ്രിൽ ആദ്യ ആഴ്ചയാണ്. ഏപ്രിൽ 15-ന് ശേഷം നിങ്ങൾ മറന്നുപോയി അല്ലെ തിരക്കാണെങ്കിൽ പിന്നെ എടുക്കാൻ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. അടുത്ത വർഷത്തേക്ക് എടുത്താൽ മതി. അപ്പം അതായത് ഏറ്റവും നല്ലത് മാർച്ച് 31-നും ഏപ്രിൽ 15-നും ഇടയ്ക്കുള്ള സമയത്താണ് നിങ്ങൾ തേൻ എടുക്കേണ്ടത്. ഇനി തേൻ എടുക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് 10 കൂടാണുള്ളെങ്കിൽ നേരത്തെ പറഞ്ഞാൽ തേനിൻ്റെ ഇതെടുത്തിട്ട് ഇതെടുക്കുക, ഒരു കൂടെടുക്കുക, ആദ്യം എടുക്കുക, ഒരു കുറ്റി ബ്രഷ് കൊണ്ട് നന്നായിട്ട് അത് തുടയ്ക്കുക, ഒരു ടർക്കി ടവൽ കൊണ്ട് ഒന്നുകൂടെ തുടയ്ക്കുക, സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തുറക്കുക. തുറന്നാൽ ആദ്യം അതിനകത്തേക്ക് അതിൻ്റെ റാണിയെ കാണാമെന്ന് നോക്കുക. റാണിയെ കണ്ടേ തേനെടുക്കാവൂ. റാണിയെ കണ്ടാൽ റാണി ഇല്ലാത്ത ഭാഗത്തേക്ക് വേണം തേനെടുക്കാൻ. റാണിയെ കണ്ടിടം വെച്ച് നിങ്ങൾക്ക് വേണേൽ വട്ടം തേൻ മുറിക്കാം. അതുകൊണ്ടൊരു ഗുണമുണ്ട്, അതിനപ്പുറത്തോട്ട് ഇനി റാണി പോയില്ല. തേൻ മുറിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തെ റാണി നിൽക്കുള്ളൂ, അപ്പുറത്തോട്ട് പോവില്ല. അപ്പോൾ ആ സൈഡിൽ പിന്നെ നമുക്ക് എങ്ങനെ വേണേലും കുത്തിമറിഞ്ഞ് ചെയ്യാം, പ്രശ്നമില്ല. ഇപ്പോൾ ഒരു മുളന്തണ്ടൊക്കെയാണ് വളരെ എളുപ്പം. റാണി ഇങ്ങനെ അരികിൽ കണ്ടാൽ നമ്മൾ കത്തിക്ക് വട്ടം അവിടെ വെച്ച് അങ്ങ് മുറിച്ചേക്കുക. തേൻ്റെ കഷ്ണം അവിടെ വെച്ച് വരഞ്ഞങ്ങ് മുറിക്കുക. അപ്പുറത്തേക്കുള്ള തേൻ നമുക്ക് കോരിയെടുത്ത് ശ്രദ്ധയാണ്. തേൻ കോരിയതിന് ശേഷം ഒഴുകി തേൻ കിടക്കാൻ അനുവദിക്കരുത്. പരമാവധി നമ്മൾ ഒപ്പി തുടച്ചെടുക്കണം. ഒഴുകി കിടക്കുന്നുണ്ടെങ്കിൽ ഒരു ടർക്കി ടവൽ കൊണ്ട് അത് തുടച്ചെടുത്തിട്ട് അത് വെറുതെ തൂക്കിയിട്ടാൽ ഈ ടർക്കി ടവലേയും തേൻ എടുത്തോളും. ഒഴുകി പെട്ടിയിൽ കിടന്നാൽ ചിലപ്പോൾ റാണിയൊക്കെ അതിനകത്ത് പെട്ട് ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തേൻ്റെ കൂട് തേൻ എടുത്തതിന് ശേഷം പരമാവധി ഡ്രൈ ആക്കി തുടച്ച് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി തേൻ എടുത്താൽ നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടിരിക്കുന്നത് 90% അല്ലെങ്കിൽ 99% ആൾക്കാർ അത് പിഴിഞ്ഞ് അരിച്ച് വെയിലത്ത് വെച്ച് ജലാംശം വറ്റിച്ച് കുപ്പിയിലാക്കി വിപണനം നടത്തുന്ന രീതിയാണ് അനുവർത്തിക്കുന്നത്. ഒരു കാരണവശാലും ചെറുതേൻ പിഴിഞ്ഞെടുക്കരുത്. പിഴിഞ്ഞെടുക്കുന്ന തേൻ വിപണന യോഗ്യമല്ല, കൊടുക്കാൻ കൊള്ളിയല്ല. എന്തുകൊണ്ട് കൊള്ളിയല്ല? തേനീച്ച ചാടാതെ, മുട്ട വീഴാതെ, പൂമ്പൊടി കലരാതെ തേൻ എടുക്കാനുള്ള ഒരു ടെക്നോളജി നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. വൻതേനീച്ചയിൽ അതിന് ടെക്നോളജി ഉണ്ട്, എക്സ്ട്രാക്ടർ ഉണ്ട്, കറക്കിയെടുക്കാം, അരിച്ചെടുക്കാം, ഒരു പ്രശ്നമില്ല. ചെറുതേനീച്ചയിൽ അതില്ല. നമ്മൾ കോരിയെടുക്കുകയോ മുറിച്ച് കട്ടയാക്കി എടുക്കുകയോ വഴിയുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ തേൻ എടുക്കുമ്പോൾ അതിനകത്ത് നിറയെ ഈച്ച കാണും. നമ്മൾ പറയും ഞങ്ങൾ അതിനെ തട്ടിയായിരുന്നു, കൊട്ടിയായിരുന്നു, പറപ്പിച്ചാ തേനെടുത്തതെന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അല്ലെ കുപ്പിക്കകത്ത് ആദ്യം കയറ്റിയായിരുന്നു, എന്നിട്ടാണ്. ഇതൊക്കെ ഒരിടത്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്ര കൊട്ടിയാലും തട്ടിയാലും പറക്കാൻ വയ്യാത്ത കുഞ്ഞീച്ചകൾ അതിനകത്തുള്ളത് തന്നെ മുന്തിരിക്കൊല പോലെ ഇരിക്കുന്ന കുമ്പളകൾക്കിടയിൽ 100 കണക്കിനുണ്ടാവും. നിങ്ങൾ 100 മില്ലി തേൻ എടുക്കുമ്പോൾ അതിനകത്ത് 200 ഈച്ചെങ്കിലും അതിനകത്തുണ്ടാവും. എത്ര കൊട്ടിയാലും നിങ്ങളതെടുത്ത് ഞെക്കിയാൽ ആ ഈച്ച പൊട്ടും. അങ്ങനെ പൊട്ടിയാൽ അതിൻ്റെ ഇൻഡസ്ട്രിയൽ കണ്ടന്റ് അടക്കമുള്ള എല്ലാ സാധനവും തേനിനകത്ത് കലരും. മുട്ടയുണ്ടെങ്കിൽ അത് പൊട്ടും, അത് പുഴു അടക്കം എല്ലാ സാധനവും താഴെ വരും. പൂമ്പൊടി ഉണ്ടെങ്കിൽ അത് കുഴമ്പ് പോലെ അതും പൊട്ടി താഴെ വരും. ഇതെല്ലാം നമ്മുടെ തേനിൽ കലരും. ഇനി ഒരിക്കലും നമുക്ക് അതിനകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് തേനിൻ്റെ പ്രത്യേകത. തേനിൽ ഇമ്പ്യൂരിറ്റീസ് കലരാതെ നോക്കുക എന്നുള്ളൂ. കലർന്നാൽ അതിനെ അരിച്ചു മാറ്റുക എളുപ്പമല്ല. കാരണം തേൻ ഹൈലി വിസ്കസ് ആണ്. അതിനകത്ത് പൊടി വീണാൽ, അഴുക്ക് എന്തെങ്കിലും വീണാൽ പിന്നെ അരിച്ച് നമുക്ക് അതിനെ മാറ്റാൻ പറ്റിയാൽ. കാരണം അത്ര കട്ടിയുള്ളതുകൊണ്ട് അതിനെ നേരത്തെ അരിപ്പിലൂടെ അരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കലരാതെ നോക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ പിഴിഞ്ഞെടുക്കരുത്. പിന്നെ എങ്ങനെ എടുക്കണം? നമ്മൾ തേൻ കട്ടകൾ അത് ഇപ്പോൾ ഈ ചിരട്ടയ്ക്ക് ഈ ഒരൊറ്റ ചിരട്ടയ്ക്കകത്ത് എന്ന് പറയുന്നത് 350 മില്ലി തേന, എന്ന് 1/2 കിലോ തേന, എന്ന് പറഞ്ഞാൽ 1300-1500 രൂപയുടെ തേന ഒരു ചിരട്ട നിങ്ങൾക്ക് കിട്ടും. ഇത് ഇപ്പം നമ്മളെ കണ്ട ചിരട്ട തന്നെയാണ് കേട്ടോ, വേറെ ചിരട്ടയാണ്. ഇതുപോലെയാണ് നമ്മൾ തേൻ കട്ടകൾ കാണുക. അത് നമ്മൾ മുറിച്ചെടുക്കും. അത് മുറിച്ച് നമ്മളൊരു പ്ലേറ്റിനകത്ത് എടുക്കും. ഒന്നാമത്തെ പെട്ടി തുറന്നു, നമ്മൾ തേൻ കട്ടകൾ മുറിച്ചു. രണ്ടാമത്തെ പെട്ടി തുറന്നു, മൂന്നാമത്തെ പെട്ടി തുറന്നു, 4 പെട്ടി തുറന്നു കഴിയുമ്പോൾ നമ്മുടെ സ്റ്റീൽ പ്ലേറ്റിനകത്ത് ഒരു 2.5-3 കിലോ തേൻ കട്ടകൾ കാണും. മെഴുകും എല്ലാം കൂടി അടക്കം ഒരു 3. അപ്പോൾ പ്ലേറ്റ് നിറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വീട്ടിലെത്തിയിട്ട് ഒരു കുറ്റിപ്പാത്രം, ഒരു സ്റ്റീൽ ചരുവം എടുത്ത് ചരുവത്തിൻ്റെ മേളിൽ അകലമുള്ള ഒരു തോർത്തോ നെറ്റോ മസ്ലിൻ ക്ലോത്തോ വലിച്ചു കെട്ടി കൈകൊണ്ട് അമർത്തി നല്ലൊരു കുഴി ഉണ്ടാക്കുക. ആ കുഴിയിലേക്ക് ഈ തേൻ കട്ടകൾ കമഴ്ത്തി അങ്ങിട്ടേക്കുക. എന്നിട്ട് അടുത്ത 4 പെട്ടി എടുക്കാൻ നിങ്ങൾ പൊക്കൊള്ളുക. നിങ്ങൾക്ക് 100 പെട്ടി ഉണ്ടെങ്കിൽ അടുത്ത 4-5 പെട്ടി നിങ്ങളെടുത്ത് സ്റ്റീൽ പ്ലേറ്റിനകത്ത് വീണ്ടും നിറഞ്ഞു. 4 അല്ലെ 5 എടുത്ത് സ്റ്റീൽ പ്ലേറ്റിനകത്ത് നിറഞ്ഞു. അപ്പോൾ അത് 1/2 മണിക്കൂറല്ല 1 മണിക്കൂർ നമ്മൾ തിരിച്ച് അത് ഇടാനായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു 20% താഴേക്ക് കൂർന്ന് പോയിട്ടുണ്ടാവും. അതിൻ്റെ മേളിലേക്ക് നമ്മൾ ഈ തേൻ കട്ട വീണ്ടും ഇടുക. ഇപ്പോൾ ഒരു 20 പെട്ടി തേൻ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഒരു 12 കിലോ തേൻ കട്ട നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. പക്ഷെ അതിനകത്ത് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ 8 കിലോ ഒക്കെ തേൻ ഉണ്ടാവുള്ളൂ. ബാക്കി കട്ടയായിട്ടിരിക്കുന്നത് ബാക്കി പൂമ്പൊടിയോ മെഴുകോ ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ വന്നു. ഇത് ഇങ്ങനെ കൂമ്പാരം പോലെ നിറഞ്ഞു. ഇനി ഇടത്തില്ല, ഇട്ടാൽ നിറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റീൽ പാത്രം എടുക്കുക, വേറെ തോർത്ത് വലിച്ചിട്ട് അങ്ങനെ ഇടുക. ഇത് അവിടെ തന്നെ വെച്ചേക്കാം. മാർച്ചിലെ ചൂടാണെങ്കിൽ അത് പെരയ്ക്കകത്ത് വെറുതെ വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ആവിയുണ്ട്. ഈ മഴക്കാലത്ത് പോയി ചെറു ചൂട് മതി, കുമ്പള അങ്ങ് പൊട്ടിപ്പോവും.
ചെറിയ ചൂടടിച്ചപ്പോഴേ ഇതിൻ്റെ മെഴുകിൻ്റെ കുമ്പള പൊട്ടിയാൽ തേൻ അങ്ങ് ഊർന്ന് പൊക്കോളും. ഇനി നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് അല്ല 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ കുമ്പള അധികം പോയിട്ടില്ല, നല്ല കട്ടിയില്ല, അതിനകത്ത് തേൻ ഇരിക്കണമെന്ന് തോന്നുക. അങ്ങനെ വരാം. നിങ്ങളുടെ പ്രദേശത്ത് ഇപ്പോൾ വെയിൽ അധികമില്ല, ചൂടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തേൻ താഴേക്ക് വീഴണമെന്നില്ല. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? നമ്മളൊരു ഇള വെയിലത്തോട്ട് വെക്കുക, ഒരു നെറ്റിട്ട് മൂടിയിട്ട് ചെറിയൊരു വെയിലത്തോട്ട് വെക്കുക. വെയിൽ കൊണ്ടുമ്പോഴേ ഇത് അങ്ങോട്ട് പൊട്ടിപ്പോവും, കുമ്പള അങ്ങ് പൊട്ടിപ്പോവും. ചെറിയ ചൂടടിക്കുമ്പോഴേ തേൻ താഴേക്ക് ഊർന്നു പോകും. അപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ മേളിലെ നമ്മൾ ഞെക്കി നോക്കുമ്പോൾ ഒരു നനവേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, മുഴുവൻ തേൻ താഴേക്ക് പോകും. ഒരു നനവ് കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ തവ കഴിച്ചു മാറ്റുക, താഴെ നല്ല തേൻ കിട്ടിയിട്ടുണ്ടാവും. ആ തേനിനകത്ത് ഈച്ചയില്ല, മുട്ടയില്ല, പൂമ്പൊടിയില്ല, ഒന്നുമില്ല. കാരണം എന്താ? നമ്മളതിനെ ഞെക്കിയിട്ടില്ല, നമ്മളതിനെ ഇതുവരെ പ്രസ് ചെയ്തിട്ടില്ല. ഈച്ച ഉണ്ടെങ്കിൽ ഈച്ചയായിട്ട് മേളിലിരിപ്പുണ്ട്, പൂമ്പൊടി ഉണ്ടെങ്കിൽ പൂമ്പൊടി കട്ടയായിട്ട് മേളിലിരിപ്പുണ്ട്, മുട്ടയുണ്ടെങ്കിൽ മുട്ടയായിട്ട് മേളിലിരിക്കുന്നുണ്ട്. താഴേക്ക് വീണത് എന്നതാണ്? തേനാണ്. തീരെ ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു ശതമാനം പൂമ്പൊടി അതിനകത്ത് കണ്ടേക്കാം, അത്രേ ഉള്ളൂ. ചെറിയൊരു ശതമാനം പൂമ്പൊടി. എന്നാൽ ഒരു കുപ്പിക്കകത്ത് നിറച്ച് കഴിഞ്ഞാൽ ഒരു 5 രൂപയുടെ ഒരു ഘനത്തിനുള്ള ഒരു പൂമ്പൊടി മേളിൽ ചിലപ്പോൾ കണ്ടേക്കും, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ വരില്ല. അല്ലെങ്കിലോ നിങ്ങൾ തേൻ നിറച്ച് കഴിഞ്ഞാൽ ഒരു ഇത്ര ഘനത്തിൽ മേളിൽ ഇങ്ങനെ പൂമ്പൊടി കട്ടയായിട്ട് കിടക്കും. അത് ചീത്തയാണ്, ഗുണമല്ല, അപകടം ഉണ്ടാക്കാം ചിലപ്പോൾ. നമ്മൾ വിചാരിക്കാൻ നല്ലതാണ്. ഇനി നമ്മൾ ഇതിനെ പിഴിഞ്ഞ്, മേളിലുള്ള ചണ്ടിക്കകത്ത് തേനുണ്ട്, അതിനെ നിങ്ങൾ പിഴിഞ്ഞ് ചവിട്ടി കൂട്ടി അരിച്ചെടുത്തോ, ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ ബലം മുഴുവൻ എടുത്തോ, ചവിട്ടി എങ്ങനെയും പിഴിഞ്ഞെടുത്തോ, അത് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ആ തേൻ താഴെ നമുക്ക് കിട്ടിയ തേനിനേക്കാൾ പോഷകമൂല്യം കൂടുതൽ കാണും. അതിനകത്ത് പൂമ്പൊടി കലർന്നിട്ടുണ്ട്, റോയൽ ജെല്ലി കലർന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രോട്ടീനുണ്ട്, മറ്റു സാധനം അതിനകത്ത് കൂടുതലുണ്ട്. ടേസ്റ്റിലും ചിലപ്പോൾ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും, കാരണം വെച്ചാൽ പൂമ്പൊടി കലർന്നിട്ടുള്ളതുകൊണ്ട്. ചിലർക്ക് അത് ഇഷ്ടമാണ്, ചിലർക്ക് അത് ഇഷ്ടമല്ല. പക്ഷെ അത് വിൽപ്പനയ്ക്കുള്ള തേനായിട്ട് എടുക്കരുത്. കാരണം ചെറുതേൻ പലപ്പോഴും മെഡിസിനൽ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഒരു നല്ല ശതമാനം കണ്ണിലെ ആവശ്യങ്ങൾക്കാണ് ചെറുതേൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഇളനീർ കുഴമ്പ് മുതലുള്ള സകല കണ്ണിലൊഴിക്കുന്ന മരുന്നുകളും ഉണ്ടാക്കിയിട്ടുള്ളത് ചെറുതേനകത്താണ്. ചെറുതേൻ കിട്ടാത്തതുകൊണ്ട് എല്ലാവരും ഇത് വൻതേനകത്ത് ഉണ്ടാക്കുന്നുള്ളൂ. ശരിക്കും അത് ഉപയോഗിക്കേണ്ടത് നമുക്ക് ചെറുതേൻ. ഈ ചെറുതേനകത്ത് പൂമ്പൊടി കലർന്നാൽ കണ്ണിൽ അത് ഒഴിക്കുമ്പോൾ ഗുണത്തേക്കാൾ കൂടുതൽ അപകടം ഉണ്ടാകും. പലർക്കും പൂമ്പൊടി അലർജിയാണ്, പൂമ്പൊടി അല്ലെങ്കിൽ തന്നെ ഇൻഫെക്ഷന് കാരണമാകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പൂമ്പൊടി കലരാതെ വേണം നമ്മൾ തേൻ. ഇങ്ങനെയാണ് നമ്മൾ തേനെടുക്കുന്നത്. ഈ താഴെ വന്ന തേൻ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യാനുസരണം വെയിൽ കൊള്ളിച്ച് അതിനകത്ത് വീണ്ടും ജലാംശം വറ്റിച്ച് അരിച്ചെടുത്ത് കുപ്പിയിലാക്കി അടച്ച് നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാം. ചോദിക്കുന്ന വില, നമ്മൾ ചോദിക്കുന്ന വില, അല്ലാതെ ഇന്ന വിലയൊന്നും ചെറുതല്ല. ഓരോ സ്ഥലത്തും ഓരോ വിലയാണ്. ആവറേജ് ഒരു 2500 മുതൽ 5000 വരെ പലയിടങ്ങളിലായി മാറി വില വെച്ചു മേടിക്കുന്നുണ്ട് ആൾക്കാർ.